നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മോക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു. ആ മോക്ക് ടെസ്റ്റിൽ ചോദിച്ച ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് വരുന്ന LP UP പരീക്ഷകളിൽ പ്രയോജനം ചെയ്യുന്ന ചോദ്യങ്ങളാണ്. കാരണം നിങ്ങൾ ഈ കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും, കുറച്ച് പേരെങ്കിലും പറഞ്ഞു അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്ന്. കാരണം അത്തരത്തിലുള്ള ചോദ്യമായിരുന്നു ഞാൻ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പം അതേ ചോദ്യമാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഡാഷ് മലേറിയ. ഫ്രം ആണോ, ബൈ ആണോ, ഓഫ് ആണോ, വിത്ത് ആണോ? അപ്പം ഇത് പ്രപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഡൈഡ്, അതായത് മരിച്ചു എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ മരിച്ചു എന്ന് പറയുമ്പോൾ ഡൈഡ് ആണല്ലോ. അപ്പം അതിനുശേഷം വരേണ്ട പ്രപ്പോസിഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് എന്തിനെ ആശ്രയിച്ചാണ്? ഈ ഡാഷിന് ശേഷം വരുന്ന ഭാഗത്തെ ആശ്രയിച്ചാണ്. ഈ ഡാഷിന് ശേഷം വന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് മലേറിയയാണ്. മലേറിയ എന്ന് പറയുന്നത് എന്താണ്? ഒരു അസുഖമാണ്. അപ്പോൾ ഒരു അസുഖം മൂലം മരിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മളവിടെ ഡൈഡ് ഓഫ് എന്നാണ് പറയേണ്ടത്. എന്താണ്? ഡൈഡ് ഓഫ്. ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും ആൻസർ? മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഓഫ് മലേറിയ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ്? ഓൾ ഹിസ് മണി ഡാഷ് സ്പെൻഡ് ഓൺ ദ ഹൗസ്. വേർ ആണോ, ഹാവ് ആണോ, ഹാസ് ആണോ, വാസ് ആണോ? നമ്മൾ ഓൾ എന്ന് തുടങ്ങുമ്പോൾ തന്നെ പലരുടെയും ചിന്ത എന്താണ്? പ്ലൂറൽ വരും എന്നുള്ള ധാരണയിൽ പ്ലൂറലായിട്ടുള്ള ഭാഗത്തെ സെലക്ട് ചെയ്ത് ആൻസർ എഴുതും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് തുടർന്ന് വരുന്ന ഭാഗം കൂടെ നോക്കണം. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓളിന് ശേഷം വരുന്ന നൗൺ അൺകൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതാവൂ? സിംഗുലർ ഫോമേ എഴുതാവൂ. എന്നാൽ കൗണ്ടബിൾ ആണെങ്കിലോ നമുക്ക് പ്ലൂറൽ എഴുതാം. ഇവിടെ നോക്കാം, മണിയാണ്. മണി എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നത് സിംഗുലർ ആയിരിക്കണം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ഹാസും വാസുമാണ്. ഇനി ഇതിൽ ഹാസ് വരുമോ, വാസ് വരുമോ? അത് നിർണ്ണയിക്കുന്നത് എന്തിനെ ആശ്രയിച്ചാണ്? ഈ സെന്റൻസിനെ മൊത്തത്തിൽ ആശ്രയിച്ചാണ്. ഈ മുഴുവൻ സെന്റൻസിനെയും നമ്മളൊന്ന് പരിശോധിക്കണം. നോക്കുമ്പോൾ ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു പാസീവ് വോയിസ് ആണ്. നമുക്ക് എന്തുകൊണ്ട് ഇതിനെ പാസീവ് വോയിസ് എന്ന് പറയാൻ പറ്റും? പാസീവ് വോയിസിന്റെ പ്രത്യേകത എന്താ? അത് ഒബ്ജക്റ്റിൽ തുടങ്ങുന്നതായിരിക്കണം. ഒബ്ജക്റ്റിൽ തുടങ്ങുന്ന സെന്റൻസിനെയാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഓൾ ഹിസ് മണി എന്ന് പറയുന്ന ഒബ്ജക്റ്റിലാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഓൾ ഹിസ് മണി ഒബ്ജക്റ്റ് എന്ന് പറയാൻ കാരണം? അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ഏതോ ഒരു വീടിന് വേണ്ടി, അല്ലെങ്കിൽ ആ വീടിന് വേണ്ടി എല്ലാ പൈസയും ചെലവഴിച്ചു എന്നർത്ഥമില്ല. സ്പെൻഡ് എന്ന് വെച്ചാൽ എന്താ? ചെലവഴിച്ചു എന്ന്. അപ്പം എന്തായാലും പൈസ സ്വയമേ ചെലവഴിക്കത്തില്ല, വേറെ ആരെങ്കിലും ചെലവഴിക്കണം, അല്ലേ? ചെലവാക്കണം. അപ്പം ഈ ഹൗസിന്റെ ഓണറാണല്ലോ. അപ്പം ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അയാളെ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. എന്താണോ ചെയ്യുന്നത് അതായിരിക്കും ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ഓണറാണ് സബ്ജക്റ്റ്. അങ്ങനെ ഓണർ, അല്ലെങ്കിൽ ഓണർ ഓഫ് ദ ഹൗസ്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ പേര് അങ്ങനെ വെച്ചാണോ ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത്? അല്ല. അപ്പൊ അതിൻ്റെ അർത്ഥം സബ്ജക്റ്റിലല്ല തുടങ്ങിയിരിക്കുന്നത്. പിന്നെന്താ? ഓൾ ഹിസ് മണി എന്ന് പറയുന്നത് ഒബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ. ഇത് സബ്ജക്റ്റിലല്ല, പിന്നെ ഒബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒബ്ജക്റ്റിൽ തുടങ്ങുന്ന സെന്റൻസുകളെ നമുക്കെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്ന സെന്റൻസ് നമുക്ക് പാസീവ് വോയിസ് എന്ന് വിളിക്കാൻ പറ്റും. പാസീവ് വോയിസ്. ഇനി പാസീവ് വോയിസ് സെന്റൻസുകളുടെ പൊതുവായിട്ടുള്ള പ്രത്യേകത എന്താണ്? ആ ഏതെങ്കിലും ഒരു പാസീവ് വോയിസിന്റെ വെർബ് ഫോം എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും? ബി ഫോംസ് പ്ലസ് V3 എന്നായിരിക്കും. ഓക്കെ. ബി ഫോംസ് പ്ലസ് V3 എന്നായിരിക്കും. ഇവിടെ നോക്കാം, ബിയുടെ രൂപങ്ങൾ വരണം, പിന്നെ അതിനുശേഷം V3 വരണം. ഇവിടെ നോക്കാം, വെർബ് ഫോം സ്പെൻഡ് എന്ന് പറയുന്നത് എന്താണ്? V3 ഫോമാണ്. സ്പെൻഡ്, SP
എന്ന് പറയുന്ന സ്പെൻഡിൻ്റെ V3 ഫോമാണ് ഈ പറയുന്ന സ്പെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെൻഡിയുടെ V3 ഫോമായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണ് വരേണ്ടത്? ബിയുടെ രൂപങ്ങളാണ് വരേണ്ടത്. ബിയുടെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? ഈസ് വരാം, ആം വരാം, ആർ വരാം, വാസ് വരാം, വേർ വരാം, ഹാസ് ബീൻ വരാം, ഹാവ് ബീൻ വരാം, ഹാഡ് ബീൻ വരാം, ബീൻ വരാം, ബീയിങ് വരാം. ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ ബി ഫോംസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ബി ഫോംസ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതൊക്കെയാ? വേറും വാസുമാണ്. ഹാസ്, ഹാവ് എന്തല്ല? ബിയുടെ രൂപങ്ങളല്ല. എന്നാൽ ഈ ഹാസിനോടൊപ്പം ബീൻ അല്ലെങ്കിൽ ഹാവിനോടൊപ്പം ബീൻ എന്നുണ്ട്, അല്ലെങ്കിൽ ഹാസ് ബീൻ, ഹാവ് ബീൻ എന്ന് പറയാം. അങ്ങനെ വന്നാൽ അതെന്താണ്? ബിയുടെ രൂപങ്ങളാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല? ബിയുടെ രൂപങ്ങളല്ല, പകരം എന്താണ്? ഹാവിൻ്റെ രൂപങ്ങളാണ്. ഹാസ്, ഹാവ്, ഹാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ബിയുടെ രൂപങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വാസും വേറും വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഏതാണ് സിംഗുലർ? കാരണം നമുക്ക് ഇവിടെ ഓൾ ഹിസ് മണി എന്ന് പറയുമ്പോൾ മണി ഒരു അൺകൗണ്ടബിൾ ആണെന്ന് പറഞ്ഞു. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ ആൾ വന്നാലും നമ്മളിവിടെ സിംഗുലറാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സിംഗുലർ ഏതാ? വാസാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? വാസ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസറായി വരിക. ഓക്കെ, അപ്പോൾ ഓൾ ഹിസ് മണി വാസ് സ്പെൻഡ് ഓൺ ദ ഹൗസ് എന്നാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഷി ആസ്ക്ഡ് മീ ഡാഷ് ഐ കുഡ് ടൈപ്പ് ദ ലെറ്റർ. അവൾ എന്നോട് ചോദിച്ചു എനിക്ക് ആ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ആ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. പറ്റുമോ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കഴിയും അല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ അതായത് ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും ഈ പറയുന്ന ഭാഗത്തിൻ്റെ ആൻസറായി വരിക. അപ്പം അത്തരത്തിൽ യെസ് അല്ലെങ്കിൽ നോ ആൻസറായി വരുന്ന ചോദ്യം, ആ ചോദ്യത്തെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ഇത്രയും ഭാഗം എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് രൂപമാണല്ലോ. ഐ കുഡ് ടൈപ്പ് ദ ലെറ്റർ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഫോം എന്ന് വെച്ചാൽ എന്തുവാ? എസ് പ്ലസ് വി പ്ലസ് ഒ ആണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപം. ഇവിടെ നോക്കുമ്പോൾ ഐ എന്ന് പറയുന്നിടത്ത് സബ്ജക്റ്റും കുഡ് ടൈപ്പ് എന്ന് പറയുന്നിടത്ത് വെർബും ദ ലെറ്റർ എന്ന് പറയുന്നിടത്ത് ഒബ്ജക്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യ രൂപം അല്ലെങ്കിൽ ചോദ്യം നൽകുന്ന അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ സൂചന നൽകുന്ന വാക്യം അത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ആ വാക്യത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്തെഴുതണം? ഒന്നുകിൽ എന്തെഴുതണം? ആ വെദർ എന്നോ അല്ലെങ്കിൽ ഇഫ് എന്നോ എഴുതണം. എന്തെഴുതണം? ഒന്നുകിൽ വെദർ അല്ലെങ്കിൽ ഇഫ്, വെദർ അല്ലെങ്കിൽ ഇഫ് എന്ന് എഴുതണം. ഒന്നുകിൽ വെദർ അല്ലെങ്കിൽ ഇഫ്. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വെദർ ഇല്ല, പകരം എന്തേ ഉള്ളൂ? ഇഫേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരിക എന്തായിരിക്കും? ഇഫ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ വരും ആൻസർ? ഷി ആസ്ക്ഡ് മീ ഇഫ് ഐ കുഡ് ടൈപ്പ് ദ ലെറ്റർ എന്ന് വരും. അല്ലേ, അവൾ ചോദിച്ചു എനിക്ക് ആ ലെറ്റർ ടൈപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് ഇവിടെ കറക്റ്റ് ആൻസറായി വരിക. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ സിനോണിം ഓഫ് റീഡ്. റീഡ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സിനോണിം എന്താണ്? സിനോണിം സെയിം മീനിങ് എന്നർത്ഥമില്ല, അതേ അർത്ഥം നൽകുന്ന വേറൊരു വാക്ക്. ഇപ്പോൾ നമുക്കിവിടെ ഇഗ്നോർ എന്ന് കൊടുത്തിട്ടുണ്ട്, പെർട്ടൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്, പെർസ്വേഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, പെറൂസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്തായിരിക്കും റീഡ് എന്ന് പറയുന്ന വാക്കിന് സിനോണിമായി വരിക? എന്തായിരിക്കും? പെറൂസ് ആയിരിക്കും. എന്താണ്? പെറൂസ്. ഓക്കെ, പെറൂസ് എന്ന് വെച്ചാലും റീഡ് എന്ന് വെച്ചാലും എന്തായിരിക്കും അർത്ഥം? വായിക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹി ലോക്ക്ഡ് ദ ഗേറ്റ് ഇൻ കേസ് സ്ട്രേഞ്ചേഴ്സ് ഡാഷ്. എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ ആ ഗേറ്റ് ലോക്ക് ചെയ്തു. ഏത് സാഹചര്യത്തിൽ? അപരിചിതരെങ്ങാനും കയറി വരുമോ എന്ന സാഹചര്യം കൊണ്ട്, അല്ല ആ സാഹചര്യത്താൽ അവൻ ആ ഗേറ്റ് ലോക്ക് ചെയ്തെന്ന് അർത്ഥത്തില്ല. അപ്പം കയറുക, അകത്തേക്ക് കയറുക എന്ന രീതിയിലാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ ഗോട്ട് ഫോർ ഉണ്ട്, ഗോട്ട് ഇൻ ഉണ്ട്, ഗോട്ട് അറ്റ് ഉണ്ട്, ഗോട്ട് വിത്ത് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഗെറ്റ് ഇൻ എന്ന് വെച്ചാൽ എന്താ? അകത്തേക്ക് കയറുക അല്ലെങ്കിൽ പ്രവേശിക്കുക എന്നർത്ഥത്തില്ല. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ വരേണ്ടത്. അത് നോക്കുമ്പോൾ ഏതാണ്? ഗോട്ട് ഇൻ ആണ്. ഏതാണ്? ഗോട്ട് ഇൻ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഗോട്ട് ഇൻ എന്നുള്ളതാണ്. ഹി ലോക്ക് ദ ഗേറ്റ് ഇൻ കേസ് സ്ട്രേഞ്ചേഴ്സ് ഗോട്ട് ഇൻ എന്ന് വരും. അടുത്ത ചോദ്യം, ട്രസ്റ്റ് നോ മാൻ ഡാഷ് ഡസ് നോട്ട് ലവ് ഹിസ് കൺട്രി. അപ്പോൾ എന്താണ് ഇത്? റിലേറ്റീവ് പ്രൊനൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്.
ഇപ്പോൾ റിലേറ്റീവ് പ്രൊണൗണുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നോക്ക് ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നോക്കാം മാൻ, ഇത് വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ഹൂവും ഹൂസും ഹുമ്മുമാണ്. നമ്മൾ ഹൂ എപ്പോൾ എഴുതും? ഈ പറയുന്ന വ്യക്തി ഈ വരുന്ന സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? ഹൂ ഉപയോഗിക്കാം. പിന്നെ ഈ പറയുന്ന വ്യക്തി ഒബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഹും ഉപയോഗിക്കാം. ഇനി ഈ പറയുന്ന വ്യക്തിയുടെ ഏതെങ്കിലും ഉടമസ്ഥയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഹൂസ് ഉപയോഗിക്കാം. നമുക്ക് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ട്രസ്റ്റ് നോ മാൻ, ഒരാളെ നമ്മൾ വിശ്വസിക്കരുത്. എങ്ങനെയുള്ള ആളെ? ഡാഷ് ഡസ് നോട്ട് ലവ് ഹിസ് കൺട്രി, അവന്റെ രാജ്യത്തെ സ്നേഹിക്കാത്ത. ഇപ്പൊ സ്നേഹിക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയാണല്ലോ. ഒരു പ്രവൃത്തി ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏത് ഫോം ആയിരിക്കണം വരേണ്ടത്? സബ്ജക്റ്റ് ഫോം ആണ് വരേണ്ടത്. അങ്ങനെ സബ്ജക്റ്റ് ഫോം വരുമ്പോൾ ഏതാണ് വരേണ്ടത്? ഹൂ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തുമായിരിക്കും? ട്രസ്റ്റ് നോ മാൻ ഹൂ ഡസ് നോട്ട് ലവ് ഹിസ് കൺട്രി എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. മദർ വിറ്റ് മീൻസ്. മദർ വിറ്റ് എന്ന് വെച്ചാൽ എന്തെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ടു സ്പീക്ക് ഫ്രാങ്ക്ലി എന്നാണോ, അതോ എ ലേഡി ഹു ടെൽസ് കോമിക് സ്റ്റോറീസ് എന്നാണോ, അതോ ടു ബി ഒബ്സസ്ഡ് ബൈ സംതിങ് എന്നാണോ, അതോ നാച്ചുറൽ കോമൺ സെൻസ് എന്നാണോ? അപ്പൊ എന്തായിരിക്കും മദർ വിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാച്ചുറൽ കോമൺ സെൻസ് എന്നാണ്. എന്താണ് നാച്ചുറൽ കോമൺ സെൻസ്? സാമാന്യ ബുദ്ധി എന്നാണ് മദർ വിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വി ഡാഷ് മീറ്റ് യു അറ്റ് 10 o'clock. ഞങ്ങൾ നിങ്ങളെ 10 മണിക്ക് കണ്ടുമുട്ടാം എന്നാണ് പറയുന്നത്. അപ്പം അത് ഫ്യൂച്ചർ ടെൻസുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലായി. കാരണം എന്താ, ഇവിടെ വന്നിരിക്കുന്നില്ല ഈ ഓപ്ഷനെല്ലാം ഫ്യൂച്ചറിനെ സൂചിപ്പിക്കുന്ന സഹായക്രിയകളാണ്. വില്ല്, വുഡ്. വില്ല് ഇനി വരാൻ പോകുന്ന കാര്യത്തെ സിമ്പിൾ ഫീച്ചറിനെയും, വുഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തിലെ ഭാവിയെ സൂചിപ്പിക്കാൻ നമ്മൾ വുഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന ടൈമിംഗ് വേർഡൊന്നുമില്ല. അതായത് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന ടൈമിംഗ് വേർഡൊന്നും ഇവിടെ നേരിട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വുഡ് എന്ന് പറയുന്ന ഓപ്ഷൻസിനെ നമുക്ക് കളയാം. പിന്നെ നമ്മുടെ ഉള്ളത് വിൽഹാവും വില്ലുമാണ്. ഇവിടെ വിൽഹാവ് വരുമോ? അങ്ങനെ വിൽഹാവ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വെർബ് V3 ഫോമിൽ വരണം. മീറ്റിന്റെ V3 ആയി മെറ്റ് വന്നാൽ നമുക്ക് വേണമെങ്കിൽ വിൽഹാവിനെ പരിഗണിക്കാം. പക്ഷെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരാൻ പാടില്ല? ഒരു കൃത്യസമയത്തെ സൂചിപ്പിക്കാൻ പാടില്ല. ഇവിടെ എന്ത് വന്നിരിക്കുന്നു? ഒരു കൃത്യസമയത്തെ സൂചിപ്പിക്കുന്നു. അതായത് ഭാവി കാലം എന്ന് പറഞ്ഞു. ഭാവി കാലത്തിൽ ഒരു കൃത്യസമയത്തെ പറയുന്നു, 10 o'clock എന്ന് പറയുന്നു. അപ്പൊ ഭാവി കാലത്തിലെ ഒരു നിശ്ചിത സമയത്ത് നടന്ന ക്രിയയെ സൂചിപ്പിക്കാൻ നമ്മൾ ഏത് ഭാവി കാലം ഉപയോഗിക്കേണ്ടത്? അല്ലെങ്കിൽ ഏത് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? വിൽ അല്ലെങ്കിൽ ഷാൾ. വില്ലോ അല്ലെങ്കിൽ ഷാളോ വരണം. എന്നിട്ട് അതിൻ്റെ കൂടെ വെർബ് ഫോം, അത് V1 ഫോം എന്ന രീതി വരണം. ഇവിടെ നോക്കാം, മീറ്റ് എന്ന് പറയുന്നത് V1 ഫോം ആണ്. അപ്പൊ ഇനി എൻ്റെ തൊട്ട് മുമ്പ് എന്ത് വന്നാൽ മതി? വില്ലോ അല്ലെങ്കിൽ ഷാളോ വന്നാൽ മതി. ഇവിടെ നമുക്ക് ഓൾറെഡി എന്ത് വന്നിട്ടുണ്ട്? വിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? വില്ലായിരിക്കും. അപ്പൊ അങ്ങനെ വരും, വി വിൽ മീറ്റ് യു അറ്റ് 10 o'clock എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് വെരി ഇന്റലിജന്റ്. പ്രോ റേറ്റെ ആണോ, പെർ സെ ആണോ, പരിപസു ആണോ, പ്രിമ ഫേസി ആണോ? ഏതായിരിക്കും? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായി ഹി വാസ് വെരി ഇന്റലിജന്റ്, അവൻ ഇന്റലിജന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. എപ്പോൾ തന്നെയാണ്? പ്രിമ ഫേസി തന്നെ. അതായത് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ, അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ വളരെ ഇന്റലിജന്റ് ആണെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും? പ്രിമ ഫേസി എന്ന് പറയുന്ന ഈ ഫോറിൻ ഫ്രേസ് ആണ് നമുക്ക് വേണ്ടത്. ഡി എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി എന്താണ് പ്രോ റേറ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊപ്പോർഷണലി എന്നർത്ഥത്തില്ല, അത് ആനുപാതികം എന്നർത്ഥത്തിലാണ് പ്രോ റേറ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പെർസെ എന്ന് വെച്ചാൽ എന്ത്? സൈഡ് ബൈ സൈഡ് എന്ന്. ഓക്കെ, അല്ലെങ്കിൽ സമാന്തരമായി എന്നൊക്കെ നമുക്ക് പറയാം. ഇനി പരിപസ് എന്ന് വെച്ചാൽ എന്ത്? സെയിം വേ എന്ന് വെച്ചാൽ എന്താ? ഒരേ രീതിയിൽ തന്നെ. ആ അർത്ഥത്തിലാണ് പെരിപസു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ എന്നർത്ഥമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രിമ ഫേസിയാണ് വരേണ്ടത്. പ്രത്യക്ഷത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി അവൻ എന്താണ്? ഇന്റലിജന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഈ പറയുന്ന ഫോറിൻ ഫ്രേസ് ആണ്. ഏതാ? പ്രിമ ഫേസി. പ്രിമ ഫേസി ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് വെരി ഇന്റലിജന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ദ വേർഡ്
വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ്. ശരിയായ സ്പെല്ലിംഗിലുള്ള വാക്കെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിക്ഷണറി എന്ന് പറയുന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ആണ് നമുക്ക് എഴുതേണ്ടത്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഡിക്ഷണറി എന്ന് പറയുമ്പോൾ നമുക്കതിനെ മൂന്നായിട്ട് നമുക്കൊന്ന് ഭാഗിക്കാം. എങ്ങനെ? ഡിക്ക്, ഷൻ, എറി. ഡിക്ക് എന്ന് പറയണമെങ്കിൽ DIC എന്ന് വരണം. പിന്നെ ഷൻ എന്ന് പറയണമെങ്കിൽ TION വരണം. പിന്നെ എറി എന്ന് പറയണമെങ്കിൽ ARY വരണം. അപ്പൊ അങ്ങനെ DIC, TION പിന്നെ ARY എന്ന് വന്നിരിക്കുന്ന ഏതാണ്? ഈ ആദ്യത്തെ ഓപ്ഷനാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ A എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് ഡിക്ഷണറി. അപ്പൊ ഈ A എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഇന്നലെ നടത്തിയ മോക്ക് ടെസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആയിരുന്നു ഈ പറയുന്ന ക്ലാസ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.